നമസ്കാരം. വിജ്ഞാനതീരം സ്കൂൾ റേഡിയോ യോഗിനിമാത ഗേൾസ് ഹൈസ്കൂൾ കൊല്ലങ്കോട്. ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ നന്ദ എസ് നായർ. ഞാൻ ആതിര കൃഷ്ണ. ഇനി സ്കൂൾ വാർത്തകൾ. ജൂൺ 19 യോഗിനിമാത സ്കൂൾ വായനാ ദിനം ആചരിച്ചു. വായനാ ദിനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് രാജശ്രീ ടീച്ചർ കുട്ടികളോട് സംസാരിച്ചു. അതോടൊപ്പം കുട്ടികൾ നിർമ്മിച്ച പോസ്റ്റർ, പ്ലക്കാർഡ്, ചാർട്ട് എന്നിവ അസംബ്ലിയിൽ പ്രദർശിപ്പിച്ചു. വായനാ ദിനവുമായി ബന്ധപ്പെട്ട് സ്കൂളിൽ ക്വിസ് മത്സരം സംഘടിപ്പിച്ചു. വായനാവാരത്തിൻ്റെ ഭാഗമായി ക്ലാസ് ലൈബ്രറി സജ്ജീകരണം ആരംഭിച്ചു. ഇന്നത്തെ എപ്പിസോഡ് വായനാ ദിനത്തെക്കുറിച്ചാണ്. ഓരോ വർഷവും ജൂൺ 19 വായനാ ദിനം ആചരിക്കുന്നു. PN പണിക്കരുടെ ചരമവാർഷികമാണ് ഇന്ത്യയിൽ വായനാ ദിനമായി ആചരിക്കുന്നത്. അദ്ദേഹം കേരളത്തിൽ തന്നെ ഒരുപാട് പുസ്തകശാലകൾ സ്ഥാപിച്ചിട്ടുണ്ട്. വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ബഹുമാനപ്പെട്ട പനങ്ങാട്ടിരി ഹയർ സെക്കൻഡറി സ്കൂൾ മുൻ പ്രിൻസിപ്പൽ ബിജോഷ് സർ നമ്മളോട് സംസാരിക്കുന്നു. പ്രിയ ശ്രോതാക്കളെ, എല്ലാവർക്കും നമസ്കാരം. ജൂൺ 19 വായനാ ദിനമായി ആചരിക്കുകയാണ്. വായനയുടെ പ്രാധാന്യം വ്യക്തമാക്കുന്നതാണ് ഈ ദിനം. മനുഷ്യ മനസ്സിന് അസാധാരണമാം വിധം ശക്തി സൗന്ദര്യങ്ങൾ നൽകുന്ന ഒരു മനുഷ്യ സിദ്ധിയാണ് വായന. എന്തു വായിക്കണമെന്ന് തിരഞ്ഞെടുക്കുന്നത് ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെങ്കിലും അത് അയാളുടെ ഭാവിക്ക് കരുത്തേകുന്ന വിധത്തിൽ കരുപിടിച്ച് എടുക്കേണ്ടത് അയാളുടെ ഉത്തരവാദിത്വമാണ്. വ്യക്തിത്വ വികസനത്തിൻ്റെ കാര്യക്ഷമത സൂചിപ്പിക്കുന്ന ഒരു വാക്യമാണ് സംതിങ് ഓഫ് എവരിതിങ് ആൻഡ് എവരിതിങ് ഓഫ് സംതിങ് എന്നത്. ഇത് വായനയുടെ ഒരു സൂചനയാണ്. എല്ലാത്തിൻ്റെയും കുറിച്ച് അല്പമെങ്കിലും അറിയുക, ഒന്നിൻ്റെ എല്ലാം അറിയുക. ഇതിന് ഏറ്റവും നല്ലത് വായനയാണ്. ഒരുപക്ഷെ താൻ രാജാവായിരുന്നില്ലെങ്കിൽ ഒരു നല്ല ലൈബ്രറിയുടെ കാവൽക്കാരനായേനെ എന്ന് പറഞ്ഞ മഹാരഥന്മാർ, രാജാക്കന്മാർ നമുക്കുണ്ട്. ഇവിടെയെല്ലാം കണ്ടെത്തുന്ന ഉത്തരം വായനയുടെ വൈവിധ്യമാണ്. ഒരാൾക്ക് തൻ്റെ ഭാവി കരുപ്പിടിപ്പിക്കാൻ ഏറ്റവും മികച്ച ഒരു മാർഗം വായനയാണ്. കുട്ടികളെന്ന നിലയിൽ തിരഞ്ഞെടുത്ത് വായിക്കുക എന്നതാണ് യുക്തി. വായനയുടെയും അറിവിൻ്റെയും അനന്തലോകം നേടാൻ നിങ്ങളെ ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ. പുസ്തകങ്ങൾ നമ്മുടെ ഏറ്റവും നല്ല സുഹൃത്തുക്കളാണ്. അവയ്ക്ക് നമ്മെ ചിരിപ്പിക്കാനും ചിന്തിപ്പിക്കാനുമുള്ള കഴിവുണ്ട്. ഒരു പുസ്തകത്തിൻ്റെ ഓരോ പേജ് മറിക്കുമ്പോഴും നമുക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ സാധിക്കുന്നു. ഇന്ന് കൂടുതൽ ആളുകളും ഡിജിറ്റൽ ലോകത്തെ ആശ്രയിക്കുന്നു. മൊബൈൽ, TV, വീഡിയോ ഗെയിമുകൾ മുതലായവയുടെ അമിതമായ ഉപയോഗം മനുഷ്യരെ പുസ്തകങ്ങളിൽ നിന്നും അകറ്റുന്നു. ഇനി കണ്ണൂർ മാങ്ങാട്ടിടം UP സ്കൂളിലെ പ്രഭ ടീച്ചർ എഴുതി ഇടുക്കി 16ാം കണ്ടം ഹയർ സെക്കൻഡറി സ്കൂളിലെ അജിമാഷ് ഈണം നൽകി സാബു ഇടുക്കി പാടിയ ഒരു വായനാ ദിന സന്ദേശഗാനം നമുക്ക് കേൾക്കാം. പുസ്തകമെന്നും ചെങ്ങാതി ചെങ്ങാതി ചെങ്ങാതി, നമ്മെ നയിക്കും ചെങ്ങാതി ചെങ്ങാതി ചെങ്ങാതി. പുസ്തകമെന്നും ചെങ്ങാതി, നമ്മെ നയിക്കും ചെങ്ങാതി. നേരിൻ വഴികൾ നമ്മൾക്കെന്നും നേടിത്തരുമൊരു ചെങ്ങാതി. നേരിൻ വഴികൾ നമ്മൾക്കെന്നും നേടിത്തരുമൊരു ചെങ്ങാതി. ലാലലലലലലല ലാലലലലലലല ലാലലലലലലലല. അറിവിൻ വീഥികൾ നമ്മൾക്കായി തുറന്നു തരുമൊരു ചങ്ങാതി. താങ്ങായി തണലായി നമ്മളെ എന്നും തഴുകിയിടുന്നൊരു ചങ്ങാതി. അറിവിൻ വീഥികൾ നമ്മൾക്കായി തുറന്നു തരുമൊരു ചങ്ങാതി. താങ്ങായി തണലായി നമ്മളെ എന്നും തഴുകിയിടുന്നൊരു ചങ്ങാതി. ലാലലലലലലല ലാലലലലലലല ലാലലലലലലലല. തിങ്ങും മാന
മാനസതാരിൽ ഒരു പുതുവെട്ടം തെളിയിക്കാൻ നമ്മെ തേടി തേടി വരുന്നൊരു നമ്മുടെ സ്വന്തം ചങ്ങാതി. കൂരിരുൾ തിങ്ങും മാനസതാരിൽ ഒരു പുതുവെട്ടം തെളിയിക്കാൻ നമ്മെ തേടി തേടി വരുന്നൊരു നമ്മുടെ സ്വന്തം ചങ്ങാതി. ലാലലലലലലല ലാലലലലലലല ലാലലലലലലലലലലല. അറിവിൻ വാടാ മലരുകൾ വിരിയും ഒരു പൂവാടിക തീർത്തിടാൻ നമ്മളെയെന്നും കാത്തിടുന്നു പുസ്തകമെന്നൊരു ചങ്ങാതി. അറിവിൻ വാടാ മലരുകൾ വിരിയും ഒരു പൂവാടിക തീർത്തിടാൻ നമ്മളെയെന്നും കാത്തിടുന്നു പുസ്തകമെന്നൊരു ചങ്ങാതി. ലാലലലലലലല ലാലലലലലലല ലാലലലലലലലലലലല. അറിവിൻ അക്ഷയ ഖനിയായിടും പുസ്തകമെങ്ങും നിറയട്ടെ, നമുക്ക് ചുറ്റും നിറഞ്ഞിടട്ടെ, നല്ലൊരു നാളെയുദിക്കട്ടെ. അറിവിൻ അക്ഷയ ഖനിയായിടും പുസ്തകമെങ്ങും നിറയട്ടെ, നമുക്ക് ചുറ്റും നിറഞ്ഞിടട്ടെ, നല്ലൊരു നാളെയുദിക്കട്ടെ. ലാലലലലലലല ലാലലലലലലല ലാലലലലലലലലലലല. പുസ്തകമെന്നും ചങ്ങാതി ചങ്ങാതി ചങ്ങാതി, നമ്മെ നയിക്കും ചങ്ങാതി ചങ്ങാതി ചങ്ങാതി. പുസ്തകമെന്നും ചങ്ങാതി നമ്മെ നയിക്കും ചങ്ങാതി. നേരിൻ വഴികൾ നമ്മൾക്കെന്നും നേടിത്തരുമൊരു ചങ്ങാതി. നേരിൻ വഴികൾ നമ്മൾക്കെന്നും നേടിത്തരുമൊരു ചങ്ങാതി. ലാലലലലലലല ലാലലലലലലല ലാലലലലലലലലലലല. നാം ഓരോരുത്തരും ദിവസേന കുറച്ചു നേരം പുസ്തകങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കണം. ഓരോ വീട്ടിലും ചെറിയൊരു ലൈബ്രറി ആരംഭിക്കാം. ഈ ഡിജിറ്റൽ ലോകത്ത് വായനാ ദിനം നമ്മെ വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നു. വായനാ ദിനം ഓരോരുത്തരും സ്വയം വിലയിരുത്താനുള്ള അവസരമായി കാണണം. ഓരോ പുസ്തകവും ഓരോ യാത്രയാണെന്ന് പറയാം. ചിലത് മനസ്സിലേക്കുള്ള യാത്ര, ചിലത് മനുഷ്യത്വത്തിലേക്കുള്ള യാത്ര. അതുകൊണ്ട് തന്നെ പുസ്തകത്തെ നമുക്ക് ഒരു സുഹൃത്തായി കാണാം. ഈ അവസരത്തിൽ കുഞ്ഞുണ്ണി മാഷിന്റെ വാക്കുകൾ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നിർത്തുന്നു. വായിച്ചാൽ വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളയും. നന്ദി, നമസ്കാരം.